ഡോക്ടറെ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റുക? ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യങ്ങളൊന്നാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഈ 5 കാര്യങ്ങൾ മുടി കൊഴിച്ചിൽ കൂട്ടുകയും പുതിയ മുടി വളർച്ച കുറയ്ക്കുകയും ചെയ്യാം. ആദ്യത്തെ ശീലം പ്രോട്ടീൻ കുറവുള്ള ഡയറ്റ്. മുടി പ്രധാനമായും പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദിവസവും പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ മുടിയേക്കാളും പ്രാധാന്യമുള്ള അവയവങ്ങൾക്കാണ് ശരീരം പോഷകങ്ങൾ നൽകുക. ഇതിൻ്റെ ഫലമായി ഹെയർ ഗ്രോത്ത് കുറയുകയും ഹെയർ ഫാൾ കൂടുകയും ചെയ്യാം. രണ്ടാമത്തെ ശീലം ഹെയർ ഫാൾ തുടങ്ങിയിട്ട് മാസങ്ങളോളം ചികിത്സ വൈകിപ്പിക്കുന്നത്. പലരും ഹോം റെമഡീസ്, ഷാമ്പു മാറ്റിയിട്ടും മാസങ്ങളോളം സമയം കളയും. എന്നാൽ ഹെയർ ഫോളിക്കിൾസ് നശിക്കുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സ നൽകുന്നതാണ് കൂടുതൽ പ്രധാനം. മൂന്നാമത്തെ ശീലം ക്രാഷ് ഡയറ്റ് ചെയ്ത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. വളരെ കുറഞ്ഞ കാലറീസ് കഴിക്കുന്നതും ഒരു ഫുഡ് ഗ്രൂപ്പ് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നതും റാപ്പിഡ് വെയിറ്റ് ലോസ് ചെയ്യുന്നതും ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ ബാധിക്കാം. ഇതിൻ്റെ ഫലമായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹെയർ ഫോൾ കൂടുന്നത് പലരിലും കാണാറുണ്ട്. നാലാമത്തെ ശീലം ശരീരത്തിലെ ഡെഫിഷ്യൻസീസ് പരിശോധിക്കാതെ സപ്ലിമെന്റ്സ് മാത്രം കഴിക്കുന്നത്. സോഷ്യൽ മീഡിയ കണ്ട് ബയോട്ടിൻ അല്ലെങ്കിൽ മറ്റ് സപ്ലിമെന്റ്സ് വാങ്ങിക്കഴിക്കുന്നത് ശരിയായ രീതിയല്ല. മുടികൊഴിച്ചിലിന്റെ കാരണം അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി കുറവ്, വൈറ്റമിൻ B12 കുറവ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസീസ് ആണെങ്കിൽ അവ കണ്ടെത്തി പരിഹരിക്കാതെ മുടി വളർച്ച പ്രതീക്ഷിക്കാനാകില്ല. അഞ്ചാമത്തെ ശീലം സ്കാൽപ്പ് ഡിസീസ് അവഗണിക്കുന്നത്. കടുത്ത താരൻ, സ്കാൽപ്പ് ഇച്ചിങ്, റെഡ്നെസ്, പെയിന്, ചെറിയ കുരുക്കൾ എന്നിവ ഉണ്ടായിട്ടും ചികിത്സിക്കാതെ വിടുന്നത് ഹെയർ ഫോളിക്കിൾസിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ സ്കാൽപ്പും പരിശോധിക്കണം. ഒരു പ്രധാന കാര്യം, ഹെയർ ഗ്രോത്ത് എന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇന്ന് ചികിത്സ തുടങ്ങിയാൽ അടുത്ത ആഴ്ച തന്നെ പുതിയ മുടി വളരില്ല. ആദ്യം ഹെയർ ഫോൾ കുറയുകയും ഹെയർ ഫോളിക്കിൾസിന് ആരോഗ്യം മെച്ചപ്പെടുകയും അതിനുശേഷമാണ് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹെയർ പ്രൊഡക്റ്റുകൾ മാറ്റി സമയം കളയാതെ മുടി കൊഴിച്ചിലിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സ ആരംഭിക്കുന്നതാണ് പ്രധാനം. നിങ്ങൾ ഹെയർ ഫോളിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ മുടി കൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഷെയർ ചെയ്യും. സ്കിൻ ആൻഡ് ഹെയർ കെയർ ആയിട്ടുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.